ഇപ്പോൾ നമ്മളോടൊപ്പം ഫാദർ എൽദോസ് ജേക്കബ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വയനാട്ടിൽ നിന്നുള്ള ഫാദർ, വളരെ വേദനാജനകമായ വാർത്തയാണ്. താങ്കളോട് ചോദിക്കാനും ഏറെ പ്രയാസകരമാണ്. എങ്കിലും ഈ ദുരന്തത്തോടെ എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? എന്തെങ്കിലും ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് പങ്കുവെക്കാനുള്ളൂ? ഞാൻ ഒരു മണിക്കൂർ മുമ്പ് സൈറ്റിൽ നിന്ന് തിരിച്ചെത്തിയതേ ഉള്ളൂ. രാവിലെ അവിടെ പോയിരുന്നു, ഭക്ഷണമായിട്ടാണ് പോയത്. അവിടുത്തെ ഈ സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു 150 പാക്കറ്റ് ഭക്ഷണ പൊതിയുമായിട്ടാണ് പോയത്, സഭയുടെ ക്രമീകരണമായിട്ട്. അവിടെ വലിയ ദാരുണമായ കാഴ്ച. അവിടെ നിന്ന് അങ്ങനെ ദേഹം മുഴുവൻ ഇങ്ങനെ തരിച്ചു, ഒരു ഭൂപ്രദേശം മുഴുവൻ ഒഴുകി പോയിരിക്കുക. അതില് ഒരു നമുക്ക് കണ്ടു കിട്ടുന്നത് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പേരെ മാത്രമേ ഉള്ളൂ. ഭൂരിഭാഗവും മണ്ണിന്റെ അടിയിലായി പോയിട്ടുണ്ട്. നമുക്ക് രക്ഷിച്ചെടുക്കാവുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. കിട്ടുന്നതും മൃതശരീരമായിരിക്കും. അതുപോലെ തന്നെ ഈ തോട്ടം തൊഴിലാളികളുടെ അവരുടെ പാടികളൊക്കെ തറ മാത്രമേ ഉള്ളൂ, ഒരു ഭിത്തി, ഒരു കഷ്ണം കാണാനില്ല. അതുപോലെ അടിച്ച് തൂത്തുവാരി പോയിരിക്കുകയാണ്. അതുമല്ല, ഈ പാടികളിൽ താമസിക്കുന്നത് ഈ എസ്റ്റേറ്റ് തേയിലത്തോട്ടത്തിലേക്ക് വരുന്ന തൊഴിലാളികൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്നവരാ. അവരുടെ എണ്ണം ഒരിക്കലും കിട്ടുകയില്ല. എസ്റ്റേറ്റിൽ എൻറോൾ ചെയ്യുന്നത് വളരെ കുറച്ച് പേരുടെ പേരുകൾ മാത്രമേ എപ്പോഴും ഉണ്ടാകുകയുള്ളൂ. പക്ഷെ അതിലേക്ക് എത്രയോ അധികമായിരിക്കും ഈ പാടികളിൽ വന്ന് താമസിച്ച് തൊഴിലെടുക്കുന്നവര്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഇപ്പൊ ഈ കാണിക്കുന്ന കണക്കിലൊന്നും ഒതുങ്ങുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഉള്ള ദാരുണമായിരിക്കുന്ന ഒരു കാര്യം. ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ സർക്കാരിന്റെ സംവിധാനങ്ങൾ, പോലീസ്, മിലിറ്ററിയുടെ ഒക്കെ സംവിധാനങ്ങളോട് ഒരുമിച്ച് തന്നെ ഇഷ്ടം പോലെ യുവജനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും പരിമിതിയുണ്ട്. നമുക്ക് രക്ഷിക്കാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. നമുക്ക് കണ്ടെത്തുന്ന മൃതശരീരം കണ്ടു നിൽക്കാൻ കഴിയില്ല. ശരീരത്തിന്റെ ഒക്കെ തല്ലി പറിച്ച് വിട്ടിരിക്കുക. വലിയ പാറകളും മരങ്ങളും ഒക്കെ ഇങ്ങനെ ചോടോടെ പിഴുതെടുത്തിട്ട് ഈ നമ്മൾ കപ്പയുടെ തൊലി പൊളിക്കണ മാതിരി തൊലി പൊളിച്ച് പാലമൊക്കെ ഒഴുക്കിക്കൊണ്ടുവന്ന അത്തരത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ മൃതശരീരത്തിന്റെ പലതും ഭാഗങ്ങളായിട്ടാണ് കിട്ടുന്നത്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാഴ്ച. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഫാദർ ഉള്ളത് ഈ മുണ്ടക്കൈ ഭാഗത്ത് തന്നെയാണോ? അല്ല, ഞാൻ കുറച്ച് ദൂരെ, ഞാനൊരു 30 കിലോമീറ്റർ ദൂരെയാണ്. ഞാൻ അവിടേക്ക് രാവിലെ ഇതിനു വേണ്ടി മാത്രം പോയത്. ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞപ്പോൾ ഞാൻ ഉടനെ പോന്നു. കാരണം അവിടെ വാഹനങ്ങൾ കയറി പോകാനും തിരിക്കാനൊക്കെയുള്ള അസൗകര്യങ്ങളുണ്ട്. അതല്ല, ജോലി ചെയ്യാൻ പറ്റുന്ന ആരോഗ്യസ്ഥിതിയിലല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നത് ഒരു അസൗകര്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ വേഗം അവിടെ നിന്ന് മാറുകയാണ് ചെയ്തത്. എനിക്ക് കൊടുക്കാനുള്ള പാക്കറ്റുകൾ കൊണ്ടുപോയി കൊടുത്താൽ ഇനി ഈ മൃതശരീരം തപ്പാൻ പോകുന്നൊരു വെള്ളം പോലും കുടിക്കുന്നില്ല. അവർക്കതിന് പറ്റണില്ല. അതുപോലത്തെ വളരെ സങ്കടമുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും വാർത്തകളും റിപ്പോർട്ടുകളൊന്നും നമുക്ക് പറയാനും ഒരു ബുദ്ധിമുട്ട് തന്നെയുണ്ട് ഫാദർ, നമ്മൾ മനസ്സിലാക്കുന്നു. എങ്കിലും നിരവധി പേരെ തിരിച്ചറിയേണ്ട ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്. ബന്ധുക്കളൊക്കെ ഈ ഹെൽത്ത് സെൻ്ററിലൊക്കെ എത്തി മൃതദേഹങ്ങൾ ഫോട്ടോ വെച്ച് തിരിച്ചറിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അതും ഒരു വേദനാജനകം തന്നെയാണ്. തദ്ദേശവാസികളായിരിക്കുന്നവരുടെയൊക്കെ തിരിച്ചറിയാൻ കഴിയും. പുറത്തുനിന്ന് വന്നവരുടെ ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല. അവരുടെ ഒന്നും ഒരു ഡോക്യുമെന്റേഷനും നമ്മുടെ കൈവശം ഉണ്ടാവില്ല. അവിടെ താമസിച്ചുകൊണ്ടിരുന്ന തദ്ദേശവാസികളുടെ കിട്ടും. ഈ തോട്ടം തൊഴിലാളികളായി ഒന്ന് പാർത്തവരുടെ എന്ത് രേഖ എവിടെയുള്ളതാ എനിക്കറിഞ്ഞുകൂടാ. വളരെ നന്ദിയുണ്ട് ഫാദർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. അത് തന്നെ